Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീം ബിസ്ക്കറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. ഇതൊരു ഫയർലെസ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് കൂടിയാണിത്. അപ്പോൾ നമുക്കിനി ഈ ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഡെസേർട്ട് റെസിപ്പി ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇത്ര ഐറ്റംസാണ് എടുക്കുന്നത്. വാനില ഐസ്ക്രീം, ഓറിയോ ബിസ്ക്കറ്റ്, ബോർബൺ ബിസ്ക്കറ്റ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ കേക്ക്, പിന്നെ ഞാൻ എടുക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ കേക്കാണ് ബേസായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയുടെ കേക്ക് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ കേക്ക് ആണെങ്കിലും ഇല്ല ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പ്ലം കേക്ക് എന്ത് നമ്മുടെ ഇഷ്ടം ആ കേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ബേസ് കറക്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീം ഇതുപോലെ സ്കൂപ്പായിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണ് കുറച്ച് ചൂടുവെള്ളത്തിലാണ് മുക്കിയിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡായി കിട്ടും. അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീംസ് ഇവിടെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ബോർബൺ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ കേക്ക് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂർ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഈ ഡെസേർട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല തണുത്ത് ഫ്രീസായിട്ട് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഈ ഡെസേർട്ട് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഈ നമ്മുടെ ഡെസേർട്ട് ഇവിടെ ഉണ്ടാവുക. അതായത് നമ്മുടെ വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, പിന്നെ നമ്മളുടെ ബോർബൺ ബിസ്ക്കറ്റ് എല്ലാം ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് ലെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ഐസ്ക്രീം കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.